ഹായ് ഡിയേഴ്സ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോവാണ്. UK ഞാൻ എത്തിയിട്ട് 2.5 years ആയി. അപ്പോൾ എൻ്റെ ജേർണി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവുന്ന. ഞാൻ ട്രെയിൻ ഇറങ്ങി എയർപോർട്ടിലെത്തി ലിഫ്റ്റിൽ കയറി ടെർമിനൽ 2 നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രോളിയും വെച്ചിട്ടിങ്ങനെ നടക്കാൻ നല്ല പാടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ടെർമിനൽ 2 നല്ല ദൂരമുണ്ട്. ട്രെയിൻ ഇറങ്ങി അവിടെ എത്തിയ ഒരു 15 to 20 minutes വോക്കുണ്ട്. അപ്പോൾ ഞാൻ നടക്കട്ടെ. ആക്ച്വലി ഇങ്ങനെ ഈ ട്രോളിയും കൊണ്ട് നടക്കാൻ നല്ല പാടാണ്. ഞാൻ മാഞ്ചസ്റ്ററിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത്. മാഞ്ചസ്റ്റർ ടു ഖത്തർ, ഖത്തർ ടു കൊച്ചിൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കണക്ഷൻ ഫ്ലൈറ്റും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കുറച്ച് കൺഫ്യൂഷനൊക്കെ കാണും. എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് എയർവേയ്സ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൗണ്ടറിലോട്ട് പോവാണ് ചെക്ക് ഇൻ ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. ബാഗേജ് അലവൻസ് 37 kg ആണ്. 30 kg ചെക്ക് ഇൻ ബാഗും ആൻഡ് 7 kg ക്യാബിൻ ബാഗുമാണ്. ഇപ്പം ഞാൻ എൻ്റെ ചെക്ക് ഇൻ ബാഗ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള കൊച്ചിയിൽ നിന്ന് എനിക്കത് കളക്ട് ചെയ്താൽ മതി. എൻ്റെ ബാഗിൻ്റെ വെയിറ്റ് 28 kg ആണ്. വീട്ടിൽ നിന്ന് ഓൾറെഡി ഞാനത് ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇൻ കേസ് 30 kg മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ വെച്ച് ക്യാമറ ഒന്നും ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ക്യാമറ എല്ലാം നമ്മുടെ ആ ഒരു ട്രേക്കകത്ത് കയറി പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോർമലി കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയി. അപ്പോൾ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. അവിടെയൊക്കെ നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷോപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി കുറേ സ്നാക്സൊക്കെ വാങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഗേറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഗേറ്റ് നമ്പർ വന്നു. ഇപ്പോൾ 204 ഞാൻ പോകുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും നമ്മുടെ കയ്യിൽ തന്നെ ക്യാരി ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ബോർഡിംഗ് ടൈം 2:15 ആണ്. അപ്പം ഏകദേശം ടൈം ആവാറായി. ഞാൻ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പോവാണ്. ഞാനിപ്പോൾ അതാ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറി എൻ്റെ സീറ്റിൽ ഞാൻ സെറ്റിൽഡായി. എൻ്റെ ക്യാബിൻ ബാഗൊക്കെ ഞാൻ മുകളിൽ ട്രാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ മൂവി സെർച്ചിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ബോർഡ് മെനു ആയതുകൊണ്ട് തന്നെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് ചെറിയൊരു പാക്കറ്റ് ക്രാക്കേഴ്സ് ആൻഡ് ഒരു കോക്ക് കിട്ടി. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടിയത്. കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ചിക്കൻ കറി ആൻഡ് റൈസാണ്. പിന്നെ സാലഡ്, ചോക്ലേറ്റ്, പുഡിങ്, കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെൻ്റെ പുറത്തോട്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കാണുന്ന വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സ്നാക്ക് കൊണ്ട് തന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഹോട്ട് ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ലോങ് ജേർണിയാണ്. എനിക്ക് 8 hours ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കോക്കായിരുന്നു 2 or 3 times കുടിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ടു ദോഹ 8 hours ആയിരുന്നു ജേർണി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരുപാട് ടൈം അതിനകത്ത് ഫ്ലൈറ്റിനകത്ത് ഇരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു റിഫ്രഷ്മെൻ്റാണ്. എൻ്റെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തു ദോഹയിൽ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ടൈം 12:55 ആണ്. ഇതിപ്പോൾ 12:25 ആയി ടൈം. അപ്പം നെക്സ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വേണം ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ടുള്ള അവാർഡ് കിട്ടിയ എയർപോർട്ടാണ്. ബട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഹാഫ് ആൻ അവർ ലിറ്ററലി ഞാൻ റൺ ചെയ്യുമായിരുന്നു എയർപോർട്ടിനകത്തൂടെ. കാരണം ഞാൻ 12:25 മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. 12:55 ഇത് ബോർഡിംഗ് ടൈമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒക്കെ കാണിച്ച് ഞാൻ അകത്തോട്ട് കയറി. ഇവിടുന്ന് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് ബസ്സിലാണ് പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. ഞാൻ അവിടെ ഒരു സീറ്റൊക്കെ പിടിച്ചിരുന്നു. ഇതെൻ്റെ കുറേ ദൂരം പോകാനുണ്ടായിരുന്നു. ഒരു 10 minutes എയർപോർട്ടിനകത്തോട്ട് തന്നെ ബസ്സിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ആ കാണുന്നതാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി കറക്റ്റ് 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കേരളത്തിലെത്താൻ പറ്റും. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് കയറട്ടെ. ഇതും ഓൺ ബോർഡിംഗ് മെനു ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് ആൻഡ് റൈസാണ്.
ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറുന്ന ടൈമിലെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതും വിൻഡോ സീറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് രാവിലെ സൺറൈസ് ടൈമിലാണ് ഞാൻ കേരളത്തിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ കേരളം എനിക്ക് സൺറൈസിൽ തന്നെ രാവിലെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേഘങ്ങൾക്കിടയിലൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി നമ്മുടെ കേരളത്തിലോട്ട് എത്തുന്ന ആ വ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ മാപ്പും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കാണിക്കുന്നത് ഇപ്പോൾ എത്തും, അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം കൊച്ചി എത്തി, നമ്മുടെ കേരളമാണ് കാണുന്നത്. എനിക്ക് കണ്ട് നിറഞ്ഞെന്ന് പറയാം. അത്രയും ഞാൻ ആ ഒരു വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2.5 വർഷം കൂടി സ്വന്തം നാട് കാണുമ്പോഴുള്ള ഫീല് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ കൂടുതൽ ഇമോഷണലായി പറഞ്ഞ് കൊളാക്കുന്നില്ല. ഏതായാലും ഞാൻ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ട്രാവലിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ടു കൊച്ചിൻ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തത്. ഞാൻ ഈ ട്രാവൽ ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം പറ്റുന്ന ടൈമിൽ അല്ലെങ്കിൽ പറ്റുമ്പോഴൊക്കെ നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ നോക്കുക, ലോങ് ട്രാവലൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ട്. അതൊരു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബാഗ് കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ സെക്ഷനാണിത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പക്ഷേ വലിയ പെട്ടെന്ന് തീർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. ഞാൻ ഇറങ്ങി. ഞാൻ ബാഗേജ് കളക്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ബാഗ് വന്നിരിക്കുന്നത് ബെൽറ്റ് 3യിലാണ്. ഞാൻ അവിടെ ബാഗ് കളക്ട് ചെയ്തു. ഞാൻ എൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്തു. ആ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.